ഹിസ്ബുള്ളയെ വാഴാൻ അനുവദിച്ചാൽ, ഇറാന്റെ മുമ്പിൽ തോറ്റു പിന്മാറിയാൽ കളി മാറുമെന്ന് ഇസ്രായേലിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ വഷളായിരിക്കുന്നു, അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും കൂടുതൽ ദോഷമുണ്ടാക്കിയിരിക്കുന്നു. നോക്കൂ, യുദ്ധം ആരംഭിച്ചതിന് ശേഷം ട്രംപിന്റെ ഏറ്റവും സൗമ്യമായ ഭാഷയിലുള്ള പ്രതികരണം ഇന്നലെയായിരുന്നു. ട്രംപ് പൊട്ടിത്തെറിച്ചതും ബഹളം വെച്ചതും ഭീഷണിപ്പെടുത്തിയതും ഒക്കെ നെതന്യാഹുവിനോടാണ്. ഈ ശത്രുക്കളോടുള്ള ട്രംപിന്റെ സമീപനം അടിമുടി മാറി. ട്രംപ് ഇന്നലെ ഇറാനോട് പറഞ്ഞത് എത്ര സൗമ്യമായ ഭാഷയിലാണ്. നിങ്ങളുടെ പാലം തകർക്കും, നിങ്ങളുടെ പവർ പ്ലാന്റുകൾ തകർക്കും, ഇറാനിൽ നരകമുണ്ടാക്കും, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇറാനിയൻ സിവിലൈസേഷനെ തച്ചുടയ്ക്കും എന്നൊക്കെ പറഞ്ഞുകൊടുന്ന ട്രംപ് ഇന്നലെ അതിദയനീയമായി ഇറാനോട് പറയുകയാണ്, ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ചെയ്യുന്നത് ശരിയല്ല, മോശമാണ്. നമ്മൾ തമ്മിലുള്ള ധാരണ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ദയവായി നിങ്ങൾ കടലെടുക്ക് തുറക്കൂ പ്ലീസ് എന്ന് ട്രംപിന് പറയേണ്ടി വരുന്നു. കാരണം ഹോർമുസ് കടലെടുക്ക് അവർ തുറന്നില്ല. അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് $2 മില്യൺ ഒരു കപ്പലിന് ചാരമാണ്. അതായത് ഹോർമുസ് കടലെടുക്കിൽ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ നിയന്ത്രണവും സ്വാധീനവും ഉണ്ടെങ്കിലേ തങ്ങൾ ഇത് തുറക്കൂ എന്ന് ഇറാൻ പറയുന്നു. നേരത്തെ സുഗമമായി പോയിക്കൊണ്ടിരുന്നതാ, ആർക്കും ഫീസ് കൊടുക്കാതെ. ഇപ്പോൾ ഇറാൻ പറയുന്നു ഫീസ് വേണമെന്ന്. ട്രംപ് പറഞ്ഞത് ഞാൻ ഇപ്പൊ അത് ചെയ്യും, ബോംബ് വെക്കും, മൈൻ ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ട്രംപ് പറഞ്ഞു ദയവായി തുറന്നു തരൂ, നമ്മൾ തമ്മിൽ ധാരണയല്ലേ, ചർച്ചയല്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ട്രംപിന് ഇറാന്റെ കാല് പിടിക്കേണ്ടി വരുന്നു. ട്രംപ് ഇത്രയും സൗമ്യമായ ഭാഷയിൽ സംസാരിച്ചത് നമ്മൾ കേട്ടിട്ടില്ല.